ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ എണ്ണ ഒന്നും ഉപയോഗിക്കേണ്ടാത്ത, എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. സംഭവം കാണാൻ ലുക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. മാത്രമല്ല ഇതിൻ്റെ ഫില്ലിങ്സൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് വൈറ്റ് സോസിലായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. 3 മുട്ട എടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഫില്ലിങ്സൊക്കെ കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 മുട്ട എടുക്കുക. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും 2 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു കഷ്ണം ബട്ടറും പിന്നെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മറ്റ് മസാലകളെ പോലെ ഒരുപാട് ടൈം എടുത്തിട്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട. ഒന്ന് ഇതിൻ്റെ കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഒരു സ്പേസ് നടുവിൽ കൊടുക്കുക. ഇനി നമ്മൾ ഇതിൽ വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് സോസ് വേറൊരു പാനിൽ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതിൽ തന്നെയാണ് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കളർ മാറിക്കഴിഞ്ഞാൽ നടുവിൽ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്പേസിൽ ആദ്യം കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കഷ്ണം ബട്ടറും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കണം. മൈദ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കിയിട്ട് ആ മൈദയും ബട്ടറും കൂടി മാക്സിമം മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് സോസ് വേറെ പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഫില്ലിങ്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് പാല് ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് എടുക്കണം. കട്ടയില്ലാണ്ട് മിക്സ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് ഒരുപാട് സമയം വെച്ചിട്ടാണ് അങ്ങനെ കട്ടയില്ലാണ്ട് മിക്സ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ കുറച്ച് പാലായിട്ട് കുറേ നേരം ഇങ്ങനെ ഇളക്കിയിട്ടാണ് അത് മിക്സ് ആക്കി എടുക്കുന്നത്. മിക്സൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചിക്കൻ നമ്മൾ സാധാ പോലെ മസാല ഒക്കെ തേച്ച് പൊരിച്ച് വെച്ചിട്ടുള്ളത് ഒന്ന് കൈ കൊണ്ട് പിച്ചി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു കപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതും ചേർത്ത് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് മാത്രം മതി, അങ്ങനെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന പാത്രത്തിൽ ഇതേപോലെ നമ്മൾ ഓയിൽ നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന സമൂസയുടെ ലീഫ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചിക്കൻ റോളിൻ്റെ ലീഫാണ്. അപ്പോൾ അത് കുറച്ചൊക്കെ നനഞ്ഞിട്ടൊന്ന് കേടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആദ്യം ഞാൻ ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മുക്കിയെടുക്കുന്നുണ്ട്. ശേഷം ഇതേപോലെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതേപോലെ പാത്രത്തിൽ മുഴുവനായിട്ട് കിട്ടുന്ന രീതിയിൽ മാക്സിമം നമ്മൾ ഒരുമിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ സാധാ സമൂസ ലീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ വാങ്ങിയ പാടുള്ളതാണെങ്കിൽ ഇതുപോലെ പൊട്ടൊന്നുമില്ല. നമ്മൾ കുറച്ച് നനവുണ്ടായത് കാരണമാണ് ഇതുപോലെ ഓരോന്നായിട്ട് പോരുന്നത്. അപ്പോൾ നമ്മൾ സാധാ സമൂസ ലീഫാണെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ ആദ്യം ചുടുവെള്ളത്തിലും മുട്ടയുടെ മിക്സിയിലൊക്കെ മുക്കുമ്പോൾ നമുക്ക് വൃത്തിയിൽ എല്ലാം ഇതേപോലെ പരത്തി വെക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ഇതേപോലെ ആദ്യം ചുടുവെള്ളത്തിലും പിന്നെ നമ്മുടെ മുട്ടയുടെ മിക്സിലും ആക്കിയിട്ട് താഴെ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗം മുഴുവനായിട്ട് ഇതുപോലെ കവർ ചെയ്ത ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുന്നത്. ഫില്ലിങ്സ് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് ഇട്ട ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ തന്നെ നമ്മൾ ഈ ഫില്ലിങ്സ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ കുറച്ചും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് അതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ഫസ്റ്റിൽ ചെയ്തിരുന്ന പോലെ തന്നെ നമ്മുടെ സമൂസ ലീഫ് എടുത്തിട്ട് ചുടുവെള്ളത്തിലും മുട്ടയുടെ മിക്സിലും ഒന്നാക്കിയിട്ട് ഇതിന് മുകളിൽ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ സൈഡിലൊക്കെ ഉള്ളത് ഇതുപോലെ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഈ മുട്ടയുടെ മിക്സ് മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സമൂസയുടെ ലീഫ് ഉണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഫിനിഷിങ് ഉണ്ടാവും. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ തവ എന്തെങ്കിലും ആദ്യം ചൂടാക്കിയിട്ട് നമ്മൾ നോർമൽ ഇറാനി പോളൊക്കെ ചെയ്യുന്ന പോലെ പഴയ തവ ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അതിന് മുകളിൽ ക്യാപ്സിക്കം പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ ഒന്ന് നോക്കുക. 15 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. ശേഷം ഇതേപോലെ നമ്മൾ ഒന്ന് വെന്തോ എന്നുള്ളത് വല്ല ടൂത്ത് പീക്കൊക്കെ വെച്ച് ഒന്ന് കുത്തി നോക്കിയതിൻ്റെ ശേഷം അടിയൊക്കെ ഉള്ളൊക്കെ വെന്തുക്കണമെന്ന് നോക്കിയ ശേഷം നമ്മൾ ഇതേപോലെ വേറൊരു ഫ്രൈ പാനിൽ എണ്ണ നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ടിട്ട് നമ്മൾ മറ്റേ സൈഡും ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഇഫ്താർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് സംഭവം. എന്താ പറയുക, നമ്മൾ ഫുള്ള് ഫിനിഷിംഗ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.